കെകെആറിനെ സംബന്ധിച്ച് വലിയൊരു അമളി പറ്റിയൊരു ഓപ്ഷനാണ് ഈ കഴിഞ്ഞു പോയത്. 23 കോടിക്ക് മുകളിൽ കൊടുത്തിട്ട് വെങ്കടേഷ് അയ്യറിനെ കെകെആറിന് ഈ ഓപ്ഷനിൽ എടുക്കേണ്ടി വന്നു. കെകെആറിന്റെ മാസ്റ്റർ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ റിങ്കു സിംഗ്, റസൽ, നരൈൻ ഇവരെ മൂന്നിൽ ആരെ വെളിവിട്ടാലും 15 കോടിക്ക് മുകളിൽ പോകുന്ന ഇവർക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഈ വെങ്കടേഷ് അയ്യറിനെ പുറത്തേക്ക് വിട്ടു, റിലീസ് ചെയ്തു. എന്നിട്ട് ഇവർ കണക്കൂട്ടി ഒരു മാക്സിമം 10 കോടി, അറൌണ്ട് 10 കോടിക്കുള്ളിൽ വെങ്കടേഷ് അയ്യറിനെ കിട്ടുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു. പക്ഷെ ഓപ്ഷനിൽ വന്നപ്പോഴത്തേക്ക് പണി പാളി. വെങ്കടേഷ് അയ്യറിനെ വിളിച്ച് 23 കോടി കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് കെകെആറിനെ സംഭവിച്ച നഷ്ടം എന്താണെന്ന് വെച്ചാൽ സോൾട്ട് പോയി, അതുപോലെ തന്നെ റാണ പോയി, മിച്ചൽ സ്റ്റാർക്ക് പോയി. ഇങ്ങനെ പ്രധാനപ്പെട്ട ഇവരുടെ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ ടീമിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുറെ കളിക്കാരെ ഈ ഒരു സ്ട്രാറ്റജി പാളിയതുകൊണ്ട് മാത്രം കെകെആറിന് നഷ്ടപ്പെട്ടു. ശ്രേയസ് അയ്യർ പോയപ്പോൾ തന്നെ ഇവരുടെ ലീഡർഷിപ്പിലേക്കുള്ള ഒരു പ്ലാനിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ വെങ്കടേഷ് അയ്യർ. അതുകൊണ്ടാണ് വെങ്കടേഷ് അയ്യറിനെ അവർ ഇത്രയും വില കൊടുത്തിട്ട് ഓപ്ഷനിൽ നിന്ന് വിളിച്ചെടുത്തത്. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, വെങ്കടേഷ് അയ്യറിനെ വിളിച്ചെടുത്തേ പറ്റൂ. ഈ അജിങ്ക്യ രഹാനെയൊക്കെ ഒരു പ്രാവശ്യം വിളിച്ച് ആരും എടുക്കാതെ പോയിട്ട് പിന്നീട് വിളിച്ചെടുത്ത പ്ലെയറാണ്. എന്തെങ്കിലും ഇവർക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഓൾറെഡി ആദ്യം തന്നെ വിളിച്ചേനെ. അങ്ങനെ ഒരു പ്ലാനേ ഇവർക്കില്ലായിരുന്നു. ഇനി പ്ലാൻ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി വെങ്കടേഷ് അയ്യർ തന്നെയായിരിക്കും കെകെആറിന്റെ ക്യാപ്റ്റൻ. അവർ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ അതിബുദ്ധി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. വെങ്കടേഷ് അയ്യറിനെ പുറത്തേക്ക് വിട്ടിട്ട് വിളിച്ചെടുക്കുക, ചെറിയ പൈസയ്ക്ക് വിളിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷേ അത് നന്നായിട്ട് പാളി. ഒരു പക്ഷേ അത് ലീക്കായിട്ടുണ്ടാവും, അതുകൊണ്ട് പണി കൊടുത്തതാവും. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വെങ്കടേഷ് അയ്യറിനെ പോലൊരു പ്ലെയറിന് 22 കോടി അല്ലെങ്കിൽ ജോസ് ബട്ട്ലറൊക്കെ 15 കോടിക്ക് പോയപ്പോൾ ഒരു വെങ്കടേഷ് അയ്യറിന് ഒരു 22 കോടിക്ക് മുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ കെകെആറിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എതിരെ വിളിച്ച ടീമിനും ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ആ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഈ വെങ്കടേഷ് അയ്യറിനെ ഇവർക്കൊരു 10 കോടി അറൗണ്ട് ഇവർക്ക് കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ കെകെആറിനെ ഒരു 9.5 കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു ടീമായിട്ട് ഇവർ ബിൽഡ് ചെയ്തേനെ. കാരണം സോൾട്ടിനെ അവർ വിളിച്ചെടുത്തേനെ, നിതീഷ് റാണെ അവർ വിളിച്ചെടുത്തേനെ, ഒരു പക്ഷേ മിച്ചൽ സ്റ്റാർക്കിനെ അല്ലെങ്കിൽ മിച്ചൽ സ്റ്റാർക്കിനെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനെ ഇവർ വിളിച്ചെടുത്തേനെ. ഇപ്പോൾ ഒരു ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ഏരിയ മിഡിൽ ഓർഡർ ബാറ്റിംഗ് ആണ്. റിങ്കു സിംഗ്, രമൺദീപ് സിംഗ്, അതുപോലെ തന്നെ ആൻഡർ റസൽ, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഫിനിഷേഴ്സ് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് ഇവർക്കുള്ളത്. പിന്നെ ഇവരുടെ മറ്റൊരു ശക്തിയാണ് ഇവരുടെ സ്പിന്നേഴ്സ്. അതായത് വരുൺ ചക്രവർത്തി, സുനിൽ നരൈൻ, 2 വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സ്. വരുൺ ചക്രവർത്തി ഒരു മിസ്റ്ററി സ്പിന്നർ, അതുപോലെ തന്നെ സുനിൽ നരൈൻ കെകെആറിന്റെ ചങ്ക്. പേസ് ബോളിംഗിലേക്ക് വരുമ്പോൾ ഡീസെന്റ് ആയിട്ടുള്ള ഒരു പേസ് ബോളിംഗ് അറ്റാക്ക് ഉണ്ട്. ഇവർക്കൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് ഇവരുടെ ഓപ്പണിംഗ് ടോപ്പ് ഓർഡറിൽ 1, 2, 3 ഉള്ള ബാറ്റ്സ്മാൻമാരുടെ കാര്യമാണ്. എന്തായാലും നമുക്ക് ഇവരുടെ 11 ഒന്ന് നോക്കാം. സുനിൽ നരൈൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഒരുപക്ഷെ ഗുർബാസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡീകോക്ക് ആയിരിക്കാം. എൻ്റെ ഒരു ചോയ്സ് ഗുർബാസ് ആണ്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഡീകോക്ക് തന്നെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. കാരണം IPL എക്സ്പീരിയൻസ് ആയാലും ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ആയാലും എല്ലാം കൂടുതലുള്ളത് ഡീകോക്കിനാണ്. അത് കഴിഞ്ഞാൽ രഘുവൻഷി ഫോളോഡ് ബൈ വെങ്കടേഷ് അയ്യർ. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ദ മിഡിൽ ഓർഡർ. റിങ്കു സിംഗ്, റസൽ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാനായാലും അതുപോലെ തന്നെ ഫിനിഷ് ചെയ്യാനായാലും പ്രൂവൺ ആയിട്ടുള്ള 2 പേരാണ്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡർ വേറൊരു ടീമിനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിന്റെ കൂട്ടത്തിൽ രമൺദീപ് സിംഗ് കൂടെ വരുമ്പോഴത്തേക്ക് ആ ഒരു മിഡിൽ ഓർഡർ വളരെ സ്ട്രോങ് ആവുകയാണ്. ബോളിംഗിലേക്ക് വരുവാണെങ്കിൽ ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവരുടെ സ്പിൻ ഡ്യുവോ ആണ്. അതായത് സുനിൽ നരൈനും വരുൺ ചക്രവർത്തിയും. വേറെ ഏത് ടീമിനോടും കിടപിടിക്കാൻ പറ്റുന്ന ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ 2 പേരും മതി അത്യാവശ്യം മിഡിൽ ഓവേഴ്സിൽ വിക്കറ്റ് എടുക്കാനും പവർ പ്ലേയിൽ എറിയാനും ഈവൻ ഡെത്ത് ഓവേഴ്സിൽ അറിയാൻ വരെ കേപ്പബിലിറ്റി ഉള്ള 2 ബോളേഴ്സ് ആണ് ഇവർ 2 പേരും. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു പേസ് അറ്റാക്ക് ആണ് ഇവർക്കുള്ളത്. റാണ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് അടുത്ത വർഷം IPL വരുന്നത്. അതുപോലെ തന്നെ സ്പെൻസർ ജോൺസണോ അല്ലെങ്കിൽ നോക്കിയോ ആയിരിക്കും ഇവരുടെ ഒരു ഓവർസീസ് പേസ് ബോളറായിട്ട് ബോൾ ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ വൈഭവ് അറോറയും കൂടെ ഉള്ളപ്പോൾ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു പേസ് ബോളിംഗ് അറ്റാക്ക് ആണ്. അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ടീമായിട്ട് തന്നെയാണ് കെകെആർ ഈ വർഷവും ഇരിക്കുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ക്യാപ്റ്റൻസിയാണ്. വെങ്കടേഷ് അയ്യർ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഇവരുടെ ക്യാപ്റ്റൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. വെങ്കടേഷ് അയ്യർ ആണെന്നുണ്ടെങ്കിൽ അയ്യർ എങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് ക്രൂഷ്യലാണ് ഇനി വരുന്ന 3 വർഷം. കാരണം പുതിയൊരു യങ് ക്യാപ്റ്റനാണ്. അപ്പോൾ ഇനി വരുന്ന 3 വർഷത്തേക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇനി കെകെആറിന്റെ അടുത്ത 3 വർഷം തീരുമാനിക്കുന്നത് ക്യാപ്റ്റൻ വെങ്കടേഷ് അയ്യർ ആണ്. എന്തായാലും ഈ വർഷത്തെ കെകെആറിന്റെ ടീമിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 8.3 ഔട്ട് ഓഫ് 10 ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.